ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽസ്. കാത്തുകൊള്ളാം കണ്ണിലെ കൃഷ്ണമണി പോലെ. നമസ്കാരം. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. സുവർണ നിമിഷങ്ങൾ, കാലാതീതമായ ഡിസൈനുകൾ. TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, MG റോഡ്, തൃശൂർ, നിയർ ബസ് സ്റ്റാൻഡ്, തൃപ്രയാർ. ശബരിമല സ്വർണ്ണക്കൊള്ള വിഷയത്തിൽ യുവമോർച്ച പ്രവർത്തകർ തൃശൂർ കളക്ടറേറ്റിലേക്ക് നടത്തിയ മാർച്ചിൽ സംഘർഷം. പ്രവർത്തകർക്ക് നേരെ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് കോഴ ആരോപണം. വിജിലൻസ് കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം തുടങ്ങി. മുൻ MLA അനിൽ അക്കരയുടെ മൊഴിയെടുത്തു. കുന്നംകുളം താലൂക്ക് ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടം ചെയ്യാതെ ഡോക്ടർ മുങ്ങിയെന്ന് പരാതി. കോൺഗ്രസ് പ്രവർത്തകർ ആശുപത്രി ഉപരോധിച്ചു. പോസ്റ്റ്മോർട്ടം പൂർത്തിയാക്കിയത് മണിക്കൂറുകൾക്ക് ശേഷം. വിവരസാങ്കേതിക വിദ്യയുടെ വിസ്ഫോടന മാറ്റങ്ങൾക്കൊപ്പം കേരള വിഷനും മുന്നേറ്റത്തിന് തയ്യാറെടുക്കുകയാണെന്ന് KCCL ചെയർമാൻ K. ഗോവിന്ദൻ. ഉപഭോക്താക്കളുടെ അഭിരുചിക്കനുസരിച്ച് മാറ്റങ്ങൾ നടപ്പിലാക്കുമെന്നും K. ഗോവിന്ദൻ. ചെങ്ങാലൂർ പള്ളിത്തിരുനാൾ പ്രദക്ഷിണത്തിനിടയിലേക്ക് വീണ ഗുണ്ട് പൊട്ടിത്തെറിച്ച് 10 പേർക്ക് പരിക്കേറ്റു. ആരുടെയും പരിക്ക് ഗുരുതരമല്ല. പരിക്കേറ്റവരെ വിവിധ ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചു. മറ്റത്തൂരിൽ കാട്ടുപന്നി ശല്യം രൂക്ഷം. കാർഷിക വിളകൾ വ്യാപകമായി നശിപ്പിച്ചു. പന്നികളെ അകറ്റാനുള്ള മാർഗങ്ങൾ ഫലപ്രദമാകുന്നില്ലെന്ന് കർഷകർ. അതിരപ്പിള്ളി അരൂർമുഴിയിൽ കാട്ടാന കാർഷിക വിളകൾ നശിപ്പിച്ചു. കുന്നംകുളത്ത് സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സാ പിഴവ്. നവജാത ശിശുവിന്റെ വിരൽ പാതി മുറിഞ്ഞുപോയതായി പരാതി. 5 ദിവസം മാത്രം പ്രായമുള്ള പെൺകുഞ്ഞിന്റെ വലതുകൈയിലെ തള്ളവിരലിന്റെ പാതിയാണ് അറ്റുപോയത്. വാർത്തകൾ വിശദമായി. ശബരിമല സ്വർണ്ണക്കൊള്ള വിഷയത്തിൽ യുവമോർച്ച പ്രവർത്തകർ തൃശൂർ കളക്ടറേറ്റിലേക്ക് നടത്തിയ മാർച്ചിൽ സംഘർഷം. പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. ശബരിമലയിൽ സ്വർണ്ണക്കൊള്ള നടത്തിയത് CPM കോൺഗ്രസ് കുർവാ സംഘം ആണെന്നാരോപിച്ചായിരുന്നു യുവമോർച്ചയുടെ പ്രതിഷേധ മാർച്ച്. പടിഞ്ഞാറേക്കോട്ടയിൽ നിന്നും പ്രകടനമായി എത്തിയ പ്രവർത്തകരെ പോലീസ് കളക്ടറേറ്റ് കവാടത്തിൽ ബാരിക്കേഡുകൾ നിരത്തി തടഞ്ഞു. ഇത് മറികടക്കാനുള്ള ശ്രമം സംഘർഷാവസ്ഥ സൃഷ്ടിച്ചു. പ്രവർത്തകർ പോലീസ് വാഹനത്തിന് നേരെ കൊടികളും കൊടിക്കാലുകളും വലിച്ചെറിഞ്ഞ് ബാരിക്കേഡുകൾ മറിച്ചിടാൻ ശ്രമം തുടർന്നതോടെ ജലപീരങ്കി പ്രയോഗിച്ചു. പ്രതിഷേധം യുവമോർച്ച സംസ്ഥാന ജനറൽ സെക്രട്ടറി വിഷ്ണു വഞ്ചിമല ഉദ്ഘാടനം ചെയ്തു. ഇവിടുത്തെ ഭക്തന്മാർ കാണിക്കായിട്ട് ശബരിമല ഉൾപ്പെടെയുള്ള ക്ഷേത്രങ്ങളിൽ അർപ്പിക്കുന്ന കാണിക്കപ്പണവും അവിടെ അർപ്പിക്കുന്ന ധനവും സ്വർണവും എല്ലാം കട്ടുകൊണ്ടുപോകുവാൻ കൂട്ടുനിൽക്കുന്ന ഒരു കുറുവാ സംഘമായിട്ടുള്ള CPM മാത്രമല്ല CPM-ന്റെയും കോൺഗ്രസിന്റെയും MP-മാരും മന്ത്രിമാരും ഒക്കെ ഉൾപ്പെടുന്ന വലിയ ഒരു അഴിമതിയുടെ കൊള്ളയുടെ ഭാഗമായിട്ടാണ്, അതിനെതിരെയുള്ള പ്രതിഷേധത്തിലാണ് യുവമോർച്ച ഇന്നിവിടെ നിൽക്കുന്നത്. പല പ്രധാനപ്പെട്ട ആളുകളെ അറസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഇതിലൊക്കെ ഉൾപ്പെട്ടിട്ടുള്ള കടകംപള്ളി ഉൾപ്പെടെയുള്ള ആളുകളെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടുത്തെ ആളുകൾ മടിക്കുന്നു. നല്ല രീതിയിൽ ചോദ്യം ചെയ്യാൻ വേണ്ടിയിട്ട് പഠിക്കുന്നു. ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായിട്ട് ബന്ധപ്പെട്ട് സോണിയാഗാന്ധിയെ കാണുവാൻ വേണ്ടിയിട്ട് സൗകര്യം ഒരുക്കി കൊടുത്ത 2 MP-മാരുണ്ട്. ജില്ലാ പ്രസിഡന്റ് മനു പള്ളത്ത് അധ്യക്ഷത വഹിച്ചു. BJP തൃശൂർ സിറ്റി ജില്ലാ പ്രസിഡന്റ് ജസ്റ്റിൻ ജേക്കബ് സംസാരിച്ചു. യുവമോർച്ച സംസ്ഥാന സെക്രട്ടറി അദീന ഭാരതി, ജില്ലാ ജനറൽ സെക്രട്ടറി രാഹുൽ നന്ദിക്കര, BJP ജില്ലാ ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് KR ഹരി, KM ദിനിൽലാൽ, കാളിദാസ്, കൃഷ്ണദത്ത്, ഹരിശങ്കർ എന്നിവർ നേതൃത്വം നൽകി. തുടർന്ന് പ്രവർത്തകർ അയ്യന്തോൾ പുഴയ്ക്കൽ റോഡ് ഉപരോധിച്ചു. ഇവരെ പോലീസ് പിന്നീട് ബലം പ്രയോഗിച്ച് അറസ്റ്റ് ചെയ്ത് നീക്കി. TCV തൃശൂർ. വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ ലീഗ് സ്വതന്ത്രന് 50 ലക്ഷം രൂപ CPM വാഗ്ദാനം ചെയ്തെന്ന ആരോപണത്തിൽ വിജിലൻസ് കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം തുടങ്ങി. അന്വേഷണത്തിന്റെ ഭാഗമായി പരാതിക്കാരനായ മുൻ MLA അനിൽ അക്കരയുടെ മൊഴി വിജിലൻസ് എടുത്തു. അടാട്ട് ഗ്രാമപഞ്ചായത്ത് ഓഫീസിൽ വെച്ചാണ് അനിൽ അക്കരയുടെ മൊഴിയെടുത്തത്. വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ ലീഗ് സ്വതന്ത്രന് 50 ലക്ഷം രൂപ CPM വാഗ്ദാനം ചെയ്തതായി തളി ഡിവിഷനിൽ നിന്നും വിജയിച്ച EU ജാഫറിന്റെ ഓഡിയോ സന്ദേശം പുറത്തുവന്നതിന്റെ അടിസ്ഥാനത്തിലാണ് അനിൽ അക്കര പരാതി നൽകിയത്. EU ജാഫർ കോൺഗ്രസ് പരവൂർ മണ്ഡലം പ്രസിഡന്റ് AA മുസ്തഫയോട് സംസാരിക്കുന്നതിന്റെ ശബ്ദരേഖയാണ് പുറത്തുവന്നത്.
UDFിന്റെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിരുന്ന ജാഫർ കോഴ വാങ്ങി LDF സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്തതുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഞാൻ വിജിലൻസ് ഡയറക്ടർക്ക് ഒരു പരാതി നൽകിയിരുന്നു. ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ വിജിലൻസ് ക്വിക്ക് വെരിഫിക്കേഷൻ നടത്തുകയും പരാതിയിൽ കഴമ്പുണ്ട് എന്ന് കണ്ടെത്തിയതിന്റെ അടിസ്ഥാനത്തിൽ കേസ് രജിസ്റ്റർ ചെയ്യാൻ വേണ്ടിയുള്ള നടപടിക്രമങ്ങളുടെ അനുമതി ആവശ്യപ്പെട്ട് സർക്കാരിലേക്ക് അവർ കത്തെഴുതിയിരുന്നു. അതിന്റെ ഭാഗമായി വിജിലൻസിന് ഇപ്പോൾ അനുമതി കൊടുത്തിരിക്കുകയാണ്. ആ അനുമതിയുടെ ഭാഗമായി ഇന്ന് എന്നെ വിജിലൻസ് ഉദ്യോഗസ്ഥന്മാർ കാണുകയും എൻ്റെ മൊഴി ശേഖരിക്കുകയും ചെയ്തു. ആ മൊഴി ഞാൻ കൃത്യമായ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞു. എനിക്ക് കിട്ടിയ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ മനസ്സിലാക്കിയത് 50 ലക്ഷം രൂപയ്ക്ക് പണമായിട്ടല്ല കൊടുത്തത്, 5 ലക്ഷം രൂപ ക്യാഷും 45 ലക്ഷം രൂപയ്ക്ക് തുല്യമായ രീതിയിൽ ഒരു എയ്ഡഡ് സ്കൂളിൽ അദ്ദേഹത്തിന് ജോലിയാണ് വാഗ്ദാനം ചെയ്തിട്ടുള്ളത്. 5 ലക്ഷം രൂപ സേവ്യർ ചിറ്റലപ്പള്ളിയുടെ ഒരു ദൂതൻ മുഖാന്തരമാണ് അദ്ദേഹത്തിന് പണമായി കൊടുത്തത് എന്നാണ് എനിക്ക് ഉത്തരവാദിത്തപ്പെട്ട എൻ്റെ ഭാരവാഹി എനിക്ക് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. കുന്നംകുളം താലൂക്ക് ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടം ചെയ്യാതെ ഡോക്ടർ മുങ്ങിയെന്ന് പരാതി. കോൺഗ്രസ് പ്രവർത്തകർ ആശുപത്രി ഉപരോധിച്ചു. കുന്നംകുളം താലൂക്ക് ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കാതെ ഡോക്ടർ ആശുപത്രി വിട്ടതിനെ തുടർന്നാണ് നാടകീയ രംഗങ്ങൾ അരങ്ങേറിയത്. വയോധികയുടെ മൃതദേഹം വിട്ടുകിട്ടാൻ ബന്ധുക്കൾക്ക് കാത്തുനിൽക്കേണ്ടി വന്നത് മണിക്കൂറുകളാണ്. ഡോക്ടറുടെ നിരുത്തരവാദിത്തപരമായ നടപടിയിൽ പ്രതിഷേധിച്ച് കോൺഗ്രസ് പ്രവർത്തകർ ആശുപത്രി സൂപ്രണ്ടിന്റെ ഓഫീസ് ഉപരോധിക്കുകയായിരുന്നു. പ്രതിഷേധത്തിനൊടുവിൽ രാത്രി 7 മണിയോടെയാണ് നടപടികൾ പൂർത്തിയാക്കിയത്. പുറ്റേക്കര വടേരിയാട്ടിൽ ഭാരതിയുടെ മൃതദേഹമാണ് പോസ്റ്റ്മോർട്ടം നടപടികൾക്കായി വ്യാഴാഴ്ച രാവിലെ 11 മണിയോടെ ആശുപത്രിയിലെത്തിച്ചത്. വീടിന്റെ ടെറസിൽ തൂങ്ങി മരിച്ച നിലയിലായിരുന്നു മൃതദേഹം. മരണത്തിൽ അസ്വാഭാവികത ഉള്ളതിനാൽ പോസ്റ്റ്മോർട്ടം അനിവാര്യമായിരുന്നു. രാവിലെ ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കി മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് എത്തിച്ചപ്പോഴേക്കും ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ഡോക്ടർ TC പ്രിയ ആശുപത്രിയിൽ നിന്നും പോയിരുന്നു. ഉച്ചയ്ക്ക് ശേഷം സംസ്കാര ചടങ്ങുകൾക്കായി വീട്ടിൽ ഒരുക്കങ്ങൾ പൂർത്തിയാക്കി കാത്തിരുന്ന ബന്ധുക്കളും നാട്ടുകാരും ഇതോടെ പ്രതിസന്ധിയിലായി. ഡോക്ടറെ ഫോണിൽ ബന്ധപ്പെടാൻ ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ AV മണികണ്ഠൻ ഉൾപ്പെടെയുള്ളവർ ശ്രമിച്ചെങ്കിലും മൊബൈൽ സ്വിച്ച് ഓഫ് ആയിരുന്നു. ഇതോടെയാണ് നഗരസഭാ കൌൺസിലർ ഷാജി ആലിക്കൽ, ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് CB രാജീവ് എന്നിവരുടെ നേതൃത്വത്തിൽ കോൺഗ്രസ് പ്രവർത്തകർ സൂപ്രണ്ട് ഓഫീസ് ഉപരോധിച്ചത്. പ്രതിഷേധം ശക്തമായതോടെ വീട്ടിൽ പോയ ഡോക്ടർ തിരിച്ചെത്തി പോസ്റ്റ്മോർട്ടം നടത്തുകയായിരുന്നു. 7 മണിയോടെയാണ് പോസ്റ്റ്മോർട്ടം നടപടികൾ അവസാനിച്ചത്. പോസ്റ്റ്മോർട്ടം വൈകിയതിനാൽ വ്യാഴാഴ്ച നടത്താൻ നിശ്ചയിച്ചിരുന്ന സംസ്കാര ചടങ്ങുകൾ വെള്ളിയാഴ്ചത്തേക്ക് മാറ്റി. TCV ന്യൂസ്, കുന്നംകുളം. വിവരസാങ്കേതിക വിദ്യയുടെ വിസ്ഫോടന മാറ്റങ്ങൾക്കൊപ്പം കേരള വിഷനും മുന്നേറ്റത്തിന് തയ്യാറെടുക്കുകയാണെന്ന് KCCL ചെയർമാൻ K. ഗോവിന്ദൻ പറഞ്ഞു. കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ ഗുരുവായൂർ മേഖലാ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. രാജ്യത്തെ ഇന്റർനെറ്റ് വിനിമയ രംഗത്തുണ്ടായിക്കൊണ്ടിരിക്കുന്ന മാറ്റങ്ങൾ ഉപഭോക്താക്കളുടെ അഭിരുചിക്കനുസരിച്ച് നൽകുന്നതിന് വിതരണ ശൃംഖലയിലും സാങ്കേതിക വിദ്യയിലും അടിമുടി മാറ്റം വരുത്തുമെന്ന് K. ഗോവിന്ദൻ അറിയിച്ചു. സാങ്കേതിക രംഗത്തെ മാറ്റങ്ങൾ മുൻകൂട്ടി കണ്ടുള്ള പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ നടപ്പിലാക്കി വരുന്നത്. അടുത്ത 30 വർഷത്തെ വികസന സാധ്യതകൾ ലക്ഷ്യമിട്ടാണ് പ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്തിരിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. ഗുരുവായൂർ നഗരസഭ ഫെസിലിറ്റേഷൻ സെന്ററിൽ മേഖലാ പ്രസിഡന്റ് RH ഹാരിസ് പതാക ഉയർത്തിയതോടെയാണ് സമ്മേളനത്തിന് തുടക്കമായത്. തുടർന്ന് ഹാരിസിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ വിവിധ റിപ്പോർട്ടുകൾ അവതരിപ്പിച്ചു. മേഖലാ ജോയിന്റ് സെക്രട്ടറി ഹംസ ഷമീം അനുശോചന പ്രമേയം അവതരിപ്പിച്ചു. മേഖലാ സെക്രട്ടറി KC ജെയിംസ് പ്രവർത്തന റിപ്പോർട്ടും ട്രഷറർ AJ അജോ സാമ്പത്തിക റിപ്പോർട്ടും അവതരിപ്പിച്ചു. MK സമദ് ഓഡിറ്റ് റിപ്പോർട്ടും ജില്ലാ സെക്രട്ടറി P ആന്റണി ജില്ലാ റിപ്പോർട്ടും അവതരിപ്പിച്ചു. സമ്മേളനത്തിൽ ജില്ലാ പ്രസിഡന്റ് TD സുഭാഷ്, KCCL ഡയറക്ടർ VP ബിജു, സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ CA ബൈജു, PM നാസർ, മേഖലാ വൈസ് പ്രസിഡന്റ് TS രാജൻ തുടങ്ങിയവർ സംസാരിച്ചു. TCV ന്യൂസ്, ഗുരുവായൂർ. ചെങ്ങാലൂർ പള്ളി തിരുനാൾ പ്രദക്ഷിണത്തിലേക്ക് വീണ ഗുണ്ട് പൊട്ടിത്തെറിച്ച് 10 പേർക്ക് പരിക്കേറ്റു. ചെങ്ങാലൂർ സ്വദേശികളായ വൈക്കത്തുപറമ്പിൽ സജുവിന്റെ മകൾ ഹെലൻ, കുന്നേൽ വീട്ടിൽ ടിസന്റെ ഭാര്യ ലിഞ്ചി, മക്കളായ ഐറിസ്, റബേക്ക, ചാണ്ടിവീട്ടിൽ ജോയിയുടെ ഭാര്യ ജെസി, മരുമകൾ ഏഞ്ചലിൻ, ബന്ധുവായ ഷെർലി, മുരിങ്ങാത്തേരി ബെന്നി മകൾ ആൻമരിയ എന്നിവർക്കാണ് പരിക്കേറ്റത്. കണ്ണിന് പരിക്കേറ്റ ഷെർലിയെ അങ്കമാലിയിലെ സ്വകാര്യ ആശുപത്രിയിലും മറ്റുള്ളവരെ കൊടകര, വെണ്ടൂർ എന്നിവിടങ്ങളിലെ സ്വകാര്യ ആശുപത്രികളിലും പ്രവേശിപ്പിച്ചു. ആരുടെയും പരിക്ക് ഗുരുതരമുള്ളതല്ല. വ്യാഴാഴ്ച വൈകിട്ട് 6:30 ചെങ്ങാലൂർ ലാസ്റ്റ് കപ്പേളയ്ക്ക് സമീപത്തായിരുന്നു സംഭവം. സ്വകാര്യ വ്യക്തിയുടെ പറമ്പിൽ യൂണിറ്റിന്റെ നേതൃത്വത്തിൽ വെടിക്കെട്ട് നടത്തുന്നതിനിടെ തെറിച്ച ഗുണ്ട് പ്രദക്ഷിണത്തിൽ വീണ് പൊട്ടുകയായിരുന്നു. വെടിക്കെട്ട് തുടങ്ങിയതോടെ പ്രദക്ഷിണം കപ്പേളയ്ക്ക് മുന്നിൽ നിൽക്കുകയായിരുന്നു. ഇതിനിടെയാണ് ഗുണ്ട് റോഡിലേക്ക് തെറിച്ചു വീണത്. യാതൊരു മാനദണ്ഡവും പാലിക്കാതെയാണ് വെടിക്കെട്ട് നടത്തിയതെന്ന് ആരോപണമുണ്ട്. ഇടവേള.
Ceramic Center, tiles, bath fitting, sanitary ware, wallpaper, wooden and SPC flooring, variety range of kitchen sinks, all in one roof. Ceramic Center. ഏറ്റവും ട്രെൻഡിംഗ് ഡിസൈനായ മൊറോക്കൻ ആത്തുകുടി ടൈൽസിന്റെ വിപുലമായ ശേഖരം. ഇവയെല്ലാം വേൾഡിലെ ടോപ്പ് ബ്രാൻഡിനൊപ്പം ബ്യൂട്ടിഫുൾ ഡിസൈനോട് കൂടി 40 വർഷത്തെ എക്സ്പീരിയൻസും വെൽ ട്രെയിൻഡ് സ്റ്റാഫുമുള്ള മോസ്റ്റ് ട്രസ്റ്റഡ് ഷോറൂം സെറാമിക് സെന്റർ. വിസിറ്റ് അവർ ഷോറൂം, എക്സ്പീരിയൻസ് ദ ഡിഫറൻസ്. സെറാമിക് സെന്റർ, ശങ്കരായ റോഡ്, നിയർ വെസ്റ്റ് ഫോർട്ട്, തൃശൂർ. അഭിനയിക്കുമ്പോഴെങ്കിലും കുറച്ച് നാച്ചുറൽ ആയിട്ട് അഭിനയിക്കടാ. ഓ, ഈ സാറന്നെ ഫുള്ളി നാച്ചുറലാ? ആടാ, ഫുള്ളി നാച്ചുറലാ. ഹരിത പേസ്റ്റ് നാച്ചുറൽ, ഹരിത സോപ്പ് ഇതും നാച്ചുറൽ. ഇത് ലതിക പേസ്റ്റ്, ഹരിത നാച്ചുറൽ ഹെയർ ഓയിൽ. അപ്പക്കുട്ടനുണ്ട് ഹരിത നാച്ചുറൽ ഹെയർ ഡൈ. ഹരിതയുള്ള കേരളം, ഹരിത കേരളം. ശരിക്കും നാച്ചുറൽ. പണിക്കൂലിയുടെ പേരിൽ ഇനി ആരും കബളിപ്പിക്കപ്പെടരുത്. ഫാക്ടറി വിലയിൽ സ്വർണം വാങ്ങും SJ ഗോൾഡൻ ഡയമണ്ട്സിൽ നിന്നും. SJ ഗോൾഡൻ ഡയമണ്ട്സ്, SJ ടവർ, പുത്തൻപള്ളിക്ക് പിൻവശം, തൃശൂർ. ചില യാത്രകൾ, ചില ഒത്തുചേരലുകൾ, ചില സമ്മാനങ്ങൾ. ഇതെല്ലാം നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയാവുമ്പോഴാണ് അത് കൂടുതൽ മനോഹരമാകുന്നത്. ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ. പണിക്കൂലിയുടെ പേരിൽ ഇനി ആരും കബളിപ്പിക്കപ്പെടരുത്. ഫാക്ടറി വിലയിൽ സ്വർണം വാങ്ങും SJ ഗോൾഡൻ ഡയമണ്ട്സിൽ നിന്നും. SJ ഗോൾഡൻ ഡയമണ്ട്സ്, SJ ടവർ, പുത്തൻപള്ളിക്ക് പിൻവശം, തൃശൂർ. വാർത്തയിലേക്ക്. മറ്റത്തൂരിൽ കാട്ടുപന്നി ശല്യം രൂക്ഷം. കാർഷിക വിളകൾ വ്യാപകമായി നശിപ്പിച്ചു. പന്നികളെ അകറ്റാനുള്ള മാർഗങ്ങൾ ഫലപ്രദമാകുന്നില്ലെന്ന് കർഷകർ. മറ്റത്തൂർ പഞ്ചായത്തിലെ വിവിധ മേഖലകളിൽ കാട്ടുപന്നികളുടെ ശല്യം വർദ്ധിച്ചു. വാസുപുരം പാലത്തിന് സമീപത്തെ കൃഷിത്തോട്ടത്തിൽ കാട്ടുപന്നിക്കൂട്ടം വാഴകൃഷി വ്യാപകമായി നശിപ്പിച്ചു. നെൽകൃഷിക്കും നാശമുണ്ടാക്കി. നൂലുവള്ളി സ്വദേശി ശിവൻ തണ്ടാശ്ശേരിയുടെ കതിരുവെന്ന നെൽച്ചെടികളാണ് കാട്ടുപന്നിക്കൂട്ടം നശിപ്പിച്ചത്. ശിവന്റെ കൃഷിയിടത്തിൽ മന്ദരപ്പിള്ളി സ്വദേശി തങ്കപ്പൻ കൃഷി ചെയ്ത വാഴകളും പന്നിക്കൂട്ടം കുത്തിമറിച്ചിട്ടു. പന്നിശല്യം മൂലം കർഷകർ പൊറുതിമുട്ടിയിരിക്കുകയാണെന്ന് നൂലുവള്ളിയിലെ കർഷകനായ ശിവൻ തണ്ടാശ്ശേരി പറയുന്നു. കൊയ്യാനായിട്ട് 1 മാസം മാത്രമേ ശേഷിക്കുന്നുള്ളൂ. ആ സമയത്താണ് ഈ കൃഷി ഇത്രയധികം നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. പന്നിയുടെ ശല്യം മാത്രമല്ല, മയിലിന്റെ ശല്യവും വളരെയധികം ഇവിടെ നമുക്ക് അനുഭവപ്പെടുന്നുണ്ട്. ഇവിടെ നെൽകൃഷി മാത്രമല്ല, വാഴകൃഷിയും വളരെയധികം നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് പന്നികൾ. പഞ്ചായത്തിന്റെ ഭാഗത്തുനിന്ന് എത്രയും പെട്ടെന്ന് കൃത്യമായ നടപടികൾ സ്വീകരിക്കണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെടുകയാണ്. കഴിഞ്ഞ രാത്രി അവിട്ടപ്പള്ളിയിലും കാട്ടുപന്നിക്കൂട്ടം കൃഷിനാശം വരുത്തിയിരുന്നു. കൊടുങ്ങ സ്വദേശി എടത്താടൻ സാബു അവിട്ടപ്പള്ളിയിൽ കൃഷി ചെയ്ത വാഴ, കപ്പ എന്നീ വിളകളാണ് നശിപ്പിക്കപ്പെട്ടത്. 3 മുറി പ്രദേശത്തും കഴിഞ്ഞ ദിവസങ്ങളിൽ കാട്ടുപന്നികൾ കൃഷിനാശം വരുത്തിയിരുന്നു. കാട്ടുപന്നികളെ അകറ്റാനായി വിവിധ മാർഗങ്ങൾ പരീക്ഷിക്കുന്നുണ്ടെങ്കിലും അവയൊന്നും ഫലപ്രദമാകുന്നില്ലെന്ന് കർഷകർ പറയുന്നു. TCV ന്യൂസ്, കൊടകര. അതിരപ്പിള്ളി അരൂർമുഴിയിൽ കാട്ടാന കാർഷിക വിളകൾ നശിപ്പിച്ചു. അരൂർമുഴി ക്ഷേത്രത്തിന് പിൻഭാഗത്തെ പുതിയടത്ത് സുരേന്ദ്രന്റെ വീട്ടുപറമ്പിലായിരുന്നു ആനയുടെ ആക്രമണം. 2 തെങ്ങ്, കവുങ്ങുകൾ, വാഴകൾ എന്നിവ ആന തകർത്തു. ഒരു കൊമ്പനാനയാണ് രാത്രി മുഴുവൻ പറമ്പിൽ ചുറ്റിത്തിരിഞ്ഞത്. ബുധനാഴ്ച രാത്രിയിലെത്തിയ ആന നേരം പുലർന്ന ശേഷമാണ് തിരിച്ചുപോയത്. വ്യാഴാഴ്ച വൈകിട്ടും പ്രദേശത്ത് ആനകൾ ഇറങ്ങി. സുരേന്ദ്രന്റെ വീട്ടുപറമ്പിൽ മുമ്പും ആനക്കൂട്ടമെത്തി കൃഷികൾ നശിപ്പിച്ചിരുന്നു. 3 തവണ പുലികൾ ഇറങ്ങി ആടുകളെയും വകവരുത്തിയിരുന്നു. കുന്നംകുളത്ത് സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സാ പിഴവ്. നവജാത ശിശുവിന്റെ വിരൽ പാതി മുറിഞ്ഞുപോയി. കുന്നംകുളം മലങ്കര ആശുപത്രിയിലാണ് സംഭവം. പന്നിത്തടം സ്വദേശികളായ ജിത്തു, ജീഷ്മ ദമ്പതികളുടെ 5 ദിവസം മാത്രം പ്രായമുള്ള പെൺകുഞ്ഞിന്റെ വലത് കൈയിലെ തള്ളവിരലാണ് അറ്റുപോയത്. പുലർച്ചെ കുഞ്ഞിന് ഇഞ്ചക്ഷൻ നൽകണം എന്ന് പറഞ്ഞ് നഴ്സുമാർ NICUവിലേക്ക് കൊണ്ടുപോവുകയായിരുന്നു. തുടർന്ന് 7 മണിയായിട്ടും കുഞ്ഞിനെ തിരിച്ചു നൽകാതായതോടെ ജിഷ്മ NICUവിൽ എത്തിയപ്പോഴാണ് കുഞ്ഞിന്റെ തള്ളവിരൽ നഖത്തിന് കീഴെ പൂർണ്ണമായും അറ്റുപോയ നിലയിൽ കണ്ടത്. പ്ലാസ്റ്റർ വെട്ടിയപ്പോൾ അറിയാതെ വിരൽ അറ്റുപോയതു എന്നാണ് ആശുപത്രി അധികൃതർ ബന്ധുക്കളോട് പറഞ്ഞത്. പുഴയ്ക്കൽ വലിയ മേൽപ്പാലം തുറന്നു. റീബിൽഡ് കേരള പദ്ധതിയിൽ ഉൾപ്പെടുത്തി നിർമ്മിച്ച പാലമാണ് തുറന്നുകൊടുത്തത്. വലിയ പാലം തുറന്നതോടെ പുഴയ്ക്കലിലെ ഗതാഗതക്കുരുക്കിന് പരിഹാരമായി. അയ്യന്തോൾ ജംഗ്ഷൻ മുതൽ ആര്യാസ് ഹോട്ടലിന് സമീപം വരെ കോൺക്രീറ്റ് റോഡ് നിർമ്മാണം നേരത്തെ പൂർത്തിയായിരുന്നു. തൃശൂർ കുറ്റിപ്പുറം സംസ്ഥാന പാതയിൽ മുതുവറ, പുഴയ്ക്കൽ മേഖലകളിൽ റോഡ് നിർമ്മാണം നടക്കുന്നതിനാൽ പുഴയ്ക്കലിൽ ഗതാഗതക്കുരുക്ക് പതിവായിരുന്നു. നാൽപ്പത്തിയാറാമത് സംസ്ഥാന ടെക്നിക്കൽ ഹൈസ്കൂൾ കലോത്സവത്തിന് തൃശൂരിൽ അരങ്ങുണർന്നു.
തൃശൂർ ടെക്നിക്കൽ ഹൈസ്കൂളിന്റെ ആതിഥേയത്വത്തിലാണ് കലോത്സവം അരങ്ങേറുന്നത്. 8 വേദികളിലായി അരങ്ങേറുന്ന കലോത്സവത്തിന്റെ വേദികളുടെ പേര് തൃശൂരിന്റെ പൈതൃകവും സംസ്കാരവും വിളിച്ചോതുന്നതാണ്. കുടമാറ്റം, പൂരം, ശക്തൻ, കുമ്മാട്ടി, ചമയം, മേളം, താളം, കേളി എന്നിങ്ങനെയാണ് വേദികളുടെ പേരുകൾ. ആദ്യ ദിനം വേദി 3 ശക്തനിൽ ആൺകുട്ടികളുടെയും പെൺകുട്ടികളുടെയും പദ്യം ചൊല്ലൽ മത്സരവും 5, 6, 7 വേദികളിൽ രചനാ മത്സരങ്ങളുമായിരുന്നു നടന്നത്. 25 വരെ നടക്കുന്ന കലോത്സവത്തിൽ സംസ്ഥാനത്തെ 44 ടെക്നിക്കൽ സ്കൂളുകളിൽ നിന്നുള്ള 1500ഓളം കലാപ്രതിഭകളാണ് മാറ്റുരയ്ക്കുന്നത്. കലോത്സവം ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു ഓൺലൈനായി ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മേരി തോമസ് അധ്യക്ഷത വഹിച്ചു. സാങ്കേതിക വിദ്യാഭ്യാസ വകുപ്പ് ജോയിന്റ് ഡയറക്ടർ KG സിനിമോൾ, കോർപ്പറേഷൻ ഡെപ്യൂട്ടി മേയർ A പ്രസാദ്, വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മേഫി ഡെൽസൺ തുടങ്ങിയവർ പങ്കെടുത്തു. പ്രയോജനപ്പെടുത്തിക്കൊണ്ട് അവരുടെ സർഗശക്തി, അവരിൽ അന്തർലീനമായിട്ടുള്ള കഴിവുകളെ പരിപോഷ വകുപ്പും സംഘടിപ്പിക്കുന്നത് എന്ന് നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നുണ്ട്. സന്തോഷത്തോടുകൂടി തീർന്നു. കേരള സംഗീത നാടക അക്കാദമി സംഘടിപ്പിക്കുന്ന അന്താരാഷ്ട്ര നാടകോത്സവത്തിന് തിരശ്ശീല ഉയരാൻ ഇനി 4 നാൾ മാത്രം. ഇത്തവണ 23 നാടകങ്ങളാണ് ഇഡ്ഫോക്കിൽ അരങ്ങേറുന്നത്. ഫെബ്രുവരി 1 വരെ സംഘടിപ്പിക്കുന്ന അന്താരാഷ്ട്ര നാടകോത്സവത്തിലേക്ക് വിദേശ നാടക സംഘങ്ങൾ വെള്ളിയാഴ്ചയെത്തും. ഉദ്ഘാടന ദിനം നാടകം അവതരിപ്പിക്കുന്ന ഡെൻമാർക്കിൽ നിന്നുള്ള റോമിയോ ആൻഡ് ജൂലിയറ്റ് എന്ന നാടകത്തിന്റെ അണിയറ പ്രവർത്തകരാണ് ആദ്യമെത്തുക. തൃശൂർ കോർപ്പറേഷൻ പരിധിയിലെ റോഡുകളെല്ലാം വെട്ടിപ്പൊളിച്ചിട്ട് ദുരിതപൂർണമാക്കിയിരിക്കുകയാണെന്ന് മുൻ മേയറും പ്രതിപക്ഷ നേതാവുമായ രാജൻ ജെ പല്ലൻ പറഞ്ഞു. അമൃത് കുടിവെള്ള പദ്ധതിക്കായി വെട്ടിപ്പൊളിച്ചിട്ട മുക്കാട്ടുകര നായരങ്ങാടി PWD റോഡ് നന്നാക്കാത്തതിൽ പ്രതിഷേധിച്ച് മുക്കാട്ടുകര കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച റോഡ് ഉപരോധ സമരം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു രാജൻ ജെ പല്ലൻ. കഴിഞ്ഞ 1 വർഷത്തിനുള്ളിൽ കോർപ്പറേഷൻ പരിധിയിലെ PWD റോഡിൽ തുടർച്ചയായി 3 ചെറുപ്പക്കാരുടെ ജീവനാണ് നഷ്ടപ്പെട്ടതെന്നും MLA സ്ഥിരം സഞ്ചരിക്കുന്ന തൃശൂരിൽ നിന്ന് മണ്ണുത്തിക്ക് പോകുന്ന പ്രധാന റോഡ് കൂടിയായിട്ടും MLA അടക്കമുള്ളവർ ഇക്കാര്യത്തിൽ മൗനം തുടരുന്നത് ജനങ്ങളോടുള്ള വെല്ലുവിളിയാണെന്നും രാജൻ ജെ പല്ലൻ പറഞ്ഞു. ഡിവിഷൻ കൌൺസിലർ ശ്യാമള മുരളീധരൻ അധ്യക്ഷത വഹിച്ചു. കൌൺസിലർമാരായ സിൻഡോമോൾ സോജൻ, K ഗോപാലകൃഷ്ണൻ, കോൺഗ്രസ്, യൂത്ത് കോൺഗ്രസ് നേതാക്കൾ തുടങ്ങിയവർ റോഡ് ഉപരോധ സമരത്തിൽ പങ്കെടുത്തു. ഉപരോധത്തെ തുടർന്ന് അരമണിക്കൂറോളം ഗതാഗതം തടസ്സപ്പെട്ടു. തുടർന്ന് പ്രതിഷേധക്കാരെ മണ്ണുത്തി പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി ഗതാഗതം പുനഃസ്ഥാപിച്ചു. വെട്ടിപ്പൊളിച്ചിട്ട റോഡ് റീടാറിംഗ് നടത്താൻ ആവശ്യമായ 13 ലക്ഷം രൂപ കോർപ്പറേഷൻ PWD വകുപ്പിന് കൈമാറിയിട്ടും റോഡ് നന്നാക്കാത്ത അധികൃതരുടെ നടപടിയിൽ നാട്ടുകാരുടെ പ്രതിഷേധം ഏറുകയാണ്. ദിവസേനയെന്നോണം ഇവിടെ വാഹനങ്ങൾ അപകടത്തിൽപ്പെട്ട് പരിക്കേൽക്കുന്നവരുടെ എണ്ണം വർദ്ധിച്ചു വരികയാണെന്ന് നാട്ടുകാർ പറയുന്നു. രൂക്ഷമായ പൊടിശല്യം മൂലം പ്രദേശത്തെ വ്യാപാരികളും വീട്ടുകാരും വലിയ ദുരിതമാണ് കഴിഞ്ഞ കുറച്ചു മാസങ്ങളായി അനുഭവിച്ചു വരുന്നത്. ഇക്കാര്യത്തിൽ അടിയന്തരമായ നടപടികൾ അധികൃതരുടെ ഭാഗത്തു നിന്നുണ്ടായില്ലെങ്കിൽ ശക്തമായ തുടർ പ്രതിഷേധ പരിപാടികൾ ആരംഭിക്കുമെന്നും പ്രദേശവാസികൾ മുന്നറിയിപ്പ് നൽകി. TCV തൃശൂർ. ഇടവേള. കേരള വസ്ത്രാലയം, പട്ടാമ്പി റോഡ്, കുന്നംകുളം. ഗുരുവായൂർ റോഡ് നിയർ റോയൽ ഹോസ്പിറ്റൽ, കുന്നംകുളം. പണിക്കൂലിയുടെ പേരിൽ ഇനി ആരും കബളിപ്പിക്കപ്പെടരുത്. ഫാക്ടറി വിലയിൽ സ്വർണം വാങ്ങും SJ ഗോൾഡൻ ഡയമണ്ട്സിൽ നിന്നും. SJ ഗോൾഡൻ ഡയമണ്ട്സ്, SG ടവർ, പുത്തൻപള്ളിക്ക് പിൻവശം, തൃശൂർ. എപ്പോഴാ ഈ കറക്കം തുടങ്ങിയേ? അത് ലാപ്ടോപ്പും മൊബൈലും ഒക്കെ നോക്കുമ്പോഴേ ഡോക്ടറെ. ഇത് ബഫറോഫിയ. അയ്യോ, പരിഹാരം ഉണ്ട്. വട്ടം ചുറ്റിക്കുന്ന ബ്രോഡ്ബാൻഡിൽ നിന്നും സൂപ്പർ സ്പീഡുള്ള കേരള വിഷനിലേക്ക് മാറൂ. കേരള വിഷൻ, കേരളാസ് നമ്പർ 1 ബ്രോഡ്ബാൻഡ് സർവീസ്. വാർത്തയിലേക്ക്. സംഘാടകർ വാക്ക് പാലിച്ചതോടെ തൃശൂർ പുഷ്പോത്സവത്തിന്റെ അരങ്ങുണർത്തി കാര്യാട്ടുകര അംഹയിലെ ഭിന്നശേഷി പ്രതിഭകൾ. അംഹയിലെ 15 കൂട്ടുകാരാണ് ശക്തൻ നഗർ ഗ്രൌണ്ടിലെ പുഷ്പോത്സവം വേദിയിൽ അപ്പ അമ്മ എന്ന നാടകവുമായി രംഗത്തെത്തിയത്. ഇവർക്കൊപ്പം അതിഥി താരമായി നടൻ സുനിൽ സുഖതയും അരങ്ങിലെത്തി. കഴിഞ്ഞ ദിവസം പുഷ്പോത്സവം കാണാൻ എത്തിയ ഇവർക്ക് അവതരണത്തിന് വേദിയൊരുക്കുമെന്ന് സംഘാടകർ പറഞ്ഞിരുന്നു. ഇതാണ് യാഥാർത്ഥ്യമായത്. അംഹാസാരഥി ഭാനുമതി ടീച്ചർ ഉൾപ്പെടെയുള്ള സദസ്സിന് മുന്നിലായിരുന്നു അവതരണം. ഭൗതിക വെല്ലുവിളി നേരിടുന്നവർക്കായി രംഗചേതന നടത്തിവരുന്ന തിയേറ്റർ തെറാപ്പിയുടെ ഭാഗമായി തയ്യാറാക്കിയ 10ാമത് നാടകമാണ് അപ്പ അമ്മ. രംഗചേതന ആർട്ടിസ്റ്റ് ഡയറക്ടറായ KV ഗണേഷാണ് 40 മിനിറ്റ് ദൈർഘ്യമുള്ള നാടകത്തിന്റെ രചനയും സംവിധാനവും നിർവഹിച്ചത്. സാമൂഹ്യനീതി വകുപ്പ് തിരുവനന്തപുരത്ത് സംഘടിപ്പിച്ച ഭിന്നശേഷി പ്രതിഭകളുടെ സർഗോത്സവത്തിലും ഇവർ നാടകം അവതരിപ്പിച്ച് കയ്യടി നേടിയിരുന്നു. ഞങ്ങൾ കണ്ടതല്ലേ, പുലി തന്നെയാണ്. ഓ, ഞങ്ങൾ ശബ്ദം കേട്ടതാ, പുലിയുടെ
ഇവനോടൊന്ന് പോവാൻ പറഞ്ഞേ, നാടകം കളിക്കട്ടെ. അവന്റെ അപ്പനും അമ്മ ആരാന്ന് അറിയാത്ത കാരണം അവനിങ്ങനെ കയറി വരുന്നത്. കൂട്ടുകാരായ നിങ്ങളല്ല അവന്റെ അപ്പനെയും അമ്മയും കണ്ടെത്താൻ സഹായിക്കേണ്ടത്. അങ്ങനെ ആരെങ്കിലും അപരിചിതരായി തെരുവിലെത്തിപ്പെട്ട കൂട്ടം ചേർന്ന് അവനെ ആരും ആക്രമിക്കരുത്. പോലീസിനെയോ ഉത്തരവാദിത്തപ്പെട്ട അധികാരികളെയോ ഉടൻ വിവരം അറിയിക്കണം. ഒളിവിൽ കഴിയുന്ന പ്രതികളെ കണ്ടെത്താനുള്ള റൂറൽ പോലീസിന്റെ ഓപ്പറേഷൻ സുദർശന തുടരുന്നു. വിദേശത്ത് ഒളിവിൽ കഴിഞ്ഞിരുന്ന 62ാമത്തെ പ്രതിയും അറസ്റ്റിലായി. ചന്ദ്രാപിന്നി സ്വദേശി പേരകത്ത് വീട്ടിൽ സഹലിനെയാണ് കരിപ്പൂർ എയർപോർട്ടിൽ നിന്നും ലുക്കൌട്ട് സർക്കുലർ പ്രകാരം അറസ്റ്റ് ചെയ്തത്. ചന്ദ്രാപിന്നി ഈസ്റ്റ് സ്വദേശി കറുകത്തല വീട്ടിൽ നൌഫലിനെയും സുഹൃത്തിനെയും ആക്രമിച്ച കേസിലെ പ്രതിയാണ് സഹൽ. കയ്പമംഗലം SI TV ഋഷിപ്രസാദിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് പ്രതിയെ പിടികൂടിയത്. കേരള വിഷൻ വെങ്ങാനെല്ലൂർ കേബിൾ TV ഓപ്പറേറ്ററും TCV മുൻ ചേലക്കര റിപ്പോർട്ടറുമായിരുന്ന നെയ്യൻ വീട്ടിൽ റിൻസൺ വർഗീസ് നിര്യാതനായി. 48 വയസ്സായിരുന്നു. തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയായിരുന്നു അന്ത്യം. CCV ചാനൽ മുൻ മാനേജിംഗ് ഡയറക്ടറും ചേലക്കര പ്രസ് ക്ലബ് അംഗവുമാണ്. ദക്ഷിണേന്ത്യൻ ബാസ്കറ്റ്ബോൾ ടൂർണമെന്റ് ചാലക്കുടി സേക്രഡ് ഹാർട്ട് കോളേജിൽ ആരംഭിച്ചു. നഗരസഭാ ചെയർപേഴ്സൺ ആലീസ് ഷിബു ഉദ്ഘാടനം ചെയ്തു. പ്രിൻസിപ്പൽ സിസ്റ്റർ ഐറീൻ അധ്യക്ഷത വഹിച്ചു. ഉദ്ഘാടന മത്സരത്തിൽ ചാലക്കുടി SH കോളേജ് അങ്കമാലി മോർണിംഗ് സ്റ്റാർ കോളേജിനെ പരാജയപ്പെടുത്തി. രണ്ടാം മത്സരത്തിൽ കോഴിക്കോട് പ്രൊവിഡൻസ് കോളേജ് രാജഗിരി കളമശ്ശേരി കോളേജിനെ തോൽപ്പിച്ചു. ബാസ്കറ്റ്ബോൾ ചാമ്പ്യൻഷിപ്പ് വെള്ളിയാഴ്ച സമാപിക്കും. എന്നിരുന്നാലും നിങ്ങളുടെ ഈ ഒരു സാന്നിധ്യം നേർന്നുകൊണ്ട് ഞാൻ എന്റെ വലപ്പാട് ബൈപ്പാസിൽ ആനവിഴുങ്ങിക്ക് സമീപം വിവാഹ പാർട്ടി സഞ്ചരിച്ചിരുന്ന ടൂറിസ്റ്റ് ബസും കാറും കൂട്ടിയിടിച്ച അപകടം. അപകടത്തിൽ ഏതാനും പേർക്ക് നിസ്സാര പരിക്കേറ്റു. മഞ്ചേരിയിൽ വിവാഹം കഴിഞ്ഞ് വരന്റെ നാടായ കയ്പമംഗലം കൂരിക്കുഴിയിലേക്ക് തിരിച്ചുവരികയായിരുന്ന സംഘമാണ് ബസ്സിലുണ്ടായിരുന്നത്. ആനവിഴുങ്ങി ബൈപ്പാസിൽ നിന്ന് സർവീസ് റോഡിലേക്ക് കയറുന്നതിനിടയിൽ മുന്നിലുണ്ടായിരുന്ന ടൂറിസ്റ്റ് ബസ്സിനെ മറികടക്കാൻ കാർ ശ്രമിച്ചതാണ് അപകടത്തിനിടയാക്കിയത്. ബസിന്റെ മുൻവശത്ത് ഇടിച്ച കാർ സമീപത്തെ പറമ്പിലേക്ക് മറിഞ്ഞു. നിയന്ത്രണം വിട്ട ബസ് റോഡരികിലുള്ള വീടിനു മുന്നിൽ ഇടിച്ചാണ് നിന്നത്. വീടിന്റെ മുൻവശം പാടെ തകർന്നു. ഇതര സംസ്ഥാന തൊഴിലാളികൾ വാടകയ്ക്ക് താമസിക്കുന്ന വീടായിരുന്നു. അപകട സമയത്ത് ഡിജിറ്റൽ സാങ്കേതിക വിദ്യയും ഒന്നാം ഭാഗമാണ്. കേരളവ്യാസൻ മഹാകവി കുഞ്ഞുകുട്ടൻ തമ്പുരാന്റെ ഓർമ്മകൾക്കിന്ന് 112 വയസ്സ്. കൊടുങ്ങല്ലൂരിന്റെ നാമം ചരിത്രത്തിന്റെ താളിയോലകളിൽ എഴുതിച്ചേർത്ത മഹാകവിയുടെ ഓർമ്മദിനത്തെ ജന്മനാട് ഇക്കുറിയും മറന്നു. വേദവ്യാസൻ 1095 ദിവസങ്ങൾ കൊണ്ട് രചിച്ച മഹാഭാരതം 874 ദിവസങ്ങൾ കൊണ്ട് വൃത്താനുവൃത്തം മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്താണ് കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ ലോകത്തെ അമ്പരിപ്പിച്ചത്. സംസ്കൃതത്തിലെ ഗൗരവമേറിയ വരികളെ സാധാരണക്കാർക്കും മനസ്സിലാകുന്ന രീതിയിൽ ലളിതമാക്കിയ കൊടുങ്ങല്ലൂർ ശൈലിയുടെ ഉപജ്ഞാതാവായിരുന്നു അദ്ദേഹം. 7ാം വയസ്സിൽ കവിത എഴുതി തുടങ്ങി. 100-ലധികം കൃതികളാണ് സാഹിത്യ ലോകത്തിന് സമർപ്പിച്ചത്. നല്ല ഭാഷ എന്ന മഹാകാവ്യത്തിലൂടെ പച്ച മലയാള പ്രസ്ഥാനത്തിന് അദ്ദേഹം കരുത്തേകി. മഹാഭാരതം വിവർത്തനം ചെയ്തു കഴിഞ്ഞപ്പോൾ കഴിഞ്ഞു ഭാരതം ഭാരമൊഴിഞ്ഞു എന്ന് വിനയപൂർവ്വം പറഞ്ഞ തമ്പുരാൻ ഹാംലറ്റും ഒഥല്ലോയും അടക്കമുള്ള പാശ്ചാത്യ കൃതികളും മലയാളത്തിലേക്ക് മൊഴിമാറ്റം നടത്തിയിരുന്നു. 1914 ജനുവരി 22-ന് മലയാളത്തിന്റെ ആ മഹാപ്രതിഭ വിടവാങ്ങിയെങ്കിലും അദ്ദേഹം കോറിയിട്ട അക്ഷരങ്ങൾ മലയാള ഭാഷ ഉള്ളിടത്തോളം കാലം മങ്ങാതെ നിലനിൽക്കും. TCV ന്യൂസ്, കൊടുങ്ങല്ലൂർ. ജീവനക്കാരുടെ അവകാശ സംരക്ഷണത്തിന്റെ ഭാഗമായി അധ്യാപക സർവീസ് സംഘടനാ സമരസമിതിയുടെ നേതൃത്വത്തിൽ സമരച്ചങ്ങല തീർത്തു. തൃശൂർ പടിഞ്ഞാറേക്കോട്ട മുതൽ ജില്ലാ പഞ്ചായത്ത് ഓഫീസ് വരെ തീർത്ത മനുഷ്യച്ചങ്ങലയ്ക്ക് ജനറൽ കൺവീനർ KP ഗോപകുമാർ നേതൃത്വം നൽകി. കാലത്തിന്റെ പുതു സൗന്ദര്യം ഇന്നിന്റെ കാഴ്ചയാണ്. ജില്ലാ പഞ്ചായത്തും സംസ്ഥാന യുവജനക്ഷേമ ബോർഡും സംയുക്തമായി സംഘടിപ്പിക്കുന്ന ജില്ലാ കേരളോത്സവത്തിന്റെ സംഘാടക സമിതി രൂപീകരണ യോഗത്തിന്റെയും സംഘാടക സമിതി ഓഫീസിന്റെയും ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മേരി തോമസ് നിർവഹിച്ചു. വൈസ് പ്രസിഡന്റ് TK സുധീഷ് അധ്യക്ഷത വഹിച്ചു. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ PS ഷീല,
വിനയൻ, PI സജിത, KR മായ, യുവജനക്ഷേമ ബോർഡ് ജില്ലാ കോർഡിനേറ്റർ ശരത് പ്രസാദ് തുടങ്ങിയവർ പങ്കെടുത്തു. ഫെബ്രുവരി 6 മുതൽ 9 വരെ തൃശൂർ, തൃപ്രയാർ, കുന്നംകുളം എന്നിവിടങ്ങളിലെ വിവിധ വേദികളിലായാണ് ജില്ലാ കേരളോത്സവം സംഘടിപ്പിക്കുന്നത്. ജയിൽ കിച്ചണിലേക്ക് വാങ്ങിയ ഉള്ളിയിൽ നിന്നും മുള വന്നു തുടങ്ങിയ 8 കിലോ വിത്തായി ഉപയോഗിച്ച് ഉള്ളിക്കൃഷി തുടങ്ങി. ഏകദേശം 90 ദിവസത്തെ പരിപാലനത്തിൽ 100 കിലോ ഉള്ളി വിളവെടുത്തു. വിളവെടുപ്പ് ജയിൽ സൂപ്രണ്ട് A. നസീം നിർവഹിച്ചു. അസിസ്റ്റന്റ് സൂപ്രണ്ടുമാരായ സുരേഷ്, ഷാജി, ഗംഗാധരൻ എന്നിവർ സന്നിഹിതരായിരുന്നു. കടുക് കൃഷിയിൽ 1.5 കിലോ വിള ലഭിച്ചു. കാട്ടകാമ്പാൽ ചിറക്കൽ നേർച്ച ആഘോഷിച്ചു. വിവിധ ഭാഗങ്ങളിൽ നിന്നും ആനയും വാദ്യമേളങ്ങളുമായുള്ള എഴുന്നള്ളിപ്പുകൾ എത്തിച്ചേർന്നു. വൈകിട്ട് ചിറക്കൽ സെന്ററിൽ നടന്ന കൂട്ടിയെഴുന്നള്ളിപ്പിൽ 16 ആനകൾ അണിനിരന്നു. 2 ദിവസത്തെ ചിറക്കൽ നേർച്ചയാഘോഷം കാണാൻ ആയിരങ്ങളാണ് എത്തിയത്. കൊടുങ്ങല്ലൂരിൽ തോടിനു കുറുകെ നിർമ്മിച്ച തടയണ സാമൂഹ്യവിരുദ്ധർ നശിപ്പിച്ചു. നഗരസഭയിലെ പെരിന്തോട് വാർഡിൽ ഉപ്പുവെള്ളം കയറുന്നത് തടയാനായി AIT സ്കൂൾ പരിസരത്ത് നിർമ്മിച്ച താൽക്കാലിക തടയണയാണ് തുടർച്ചയായ 2ാം തവണയും നശിപ്പിച്ചത്. വാർഡ് വികസന സമിതിയുടെ നേതൃത്വത്തിൽ എല്ലാ വർഷവും ജനുവരി മാസത്തിലാണ് തോട്ടിൽ തടയണ നിർമ്മിക്കാറുള്ളത്. ഇക്കഴിഞ്ഞ തിങ്കളാഴ്ച നിർമ്മിച്ച തടയണ രാത്രിയിൽ വീണ്ടും നശിപ്പിച്ചു. തുടർന്ന് വീണ്ടും തടയണ നിർമ്മിച്ചുവെങ്കിലും അതും നശിപ്പിക്കുകയായിരുന്നു. വാർഡ് വികസന സമിതി കൊടുങ്ങല്ലൂർ പോലീസിൽ പരാതി നൽകി. ഇന്നത്തെ സ്വർണം നിരക്ക്. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. സ്വർണം ഗ്രാമിന് 14,145 രൂപ, പവന് 1,13,160 രൂപ. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. വീണ്ടും പ്രധാന വാർത്തകളിലേക്ക്. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് TPR ഗോൾഡൻ ഡയമണ്ട്സ്. സുവർണ നിമിഷങ്ങൾ, കാലാതീതമായ ഡിസൈനുകൾ. TPR ഗോൾഡൻ ഡയമണ്ട്സ്, MG റോഡ്, തൃശൂർ, നിയർ ബസ് സ്റ്റാൻഡ്, തൃപ്രയാർ. ശബരിമല സ്വർണ്ണക്കൊള്ള വിഷയത്തിൽ യുവമോർച്ച പ്രവർത്തകർ തൃശൂർ കളക്ടറേറ്റിലേക്ക് നടത്തിയ മാർച്ചിൽ സംഘർഷം. പ്രവർത്തകർക്ക് നേരെ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് കോഴ ആരോപണം. വിജിലൻസ് കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം തുടങ്ങി. മുൻ MLA അനിൽ അക്കരയുടെ മൊഴിയെടുത്തു. കുന്നംകുളം താലൂക്ക് ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടം ചെയ്യാതെ ഡോക്ടർ മുങ്ങിയെന്ന് പരാതി. കോൺഗ്രസ് പ്രവർത്തകർ ആശുപത്രി ഉപരോധിച്ചു. പോസ്റ്റ്മോർട്ടം പൂർത്തിയാക്കിയത് മണിക്കൂറുകൾക്ക് ശേഷം. വിവരസാങ്കേതിക വിദ്യയുടെ വിസ്ഫോടന മാറ്റങ്ങൾക്കൊപ്പം കേരള വിഷനും മുന്നേറ്റത്തിന് തയ്യാറെടുക്കുകയാണെന്ന് KCCL ചെയർമാൻ K. ഗോവിന്ദൻ. ഉപഭോക്താക്കളുടെ അഭിരുചിക്കനുസരിച്ച് മാറ്റങ്ങൾ നടപ്പിലാക്കുമെന്നും K. ഗോവിന്ദൻ. ചെങ്ങാലൂർ പള്ളിത്തിരുനാൾ പ്രദക്ഷിണത്തിനിടയിലേക്ക് വീണ ഗുണ്ട് പൊട്ടിത്തെറിച്ച് 10 പേർക്ക് പരിക്കേറ്റു. ആരുടെയും പരിക്ക് ഗുരുതരമല്ല. പരിക്കേറ്റവരെ വിവിധ ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചു. മറ്റത്തൂരിൽ കാട്ടുപന്നി ശല്യം രൂക്ഷം. കാർഷിക വിളകൾ വ്യാപകമായി നശിപ്പിച്ചു. പന്നികളെ അകറ്റാനുള്ള മാർഗങ്ങൾ ഫലപ്രദമാകുന്നില്ലെന്ന കർഷകർ. അതിരപ്പള്ളി അരൂർമുഴിയിൽ കാട്ടാന കാർഷിക വിളകൾ നശിപ്പിച്ചു. കുന്നംകുളത്ത് സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സാ പിഴവ്. നവജാത ശിശുവിന്റെ വിരൽ പാതി മുറിഞ്ഞുപോയതായി പരാതി. 5 ദിവസം മാത്രം പ്രായമുള്ള പെൺകുഞ്ഞിന്റെ വലതുകൈയിലെ തള്ളവിരലിന്റെ പാതിയാണ് അറ്റുപോയത്. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽസ്. കാത്തുകൊള്ളാം കണ്ണിലെ കൃഷ്ണമണി പോലെ.